നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അശ്വിൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ കേട്ടോ. വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വണ്ടിയുടെ റണ്ണിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഡിസബിൾ ആയിട്ടൊരു സംഭവം കണ്ട്. വണ്ടി 94 മോഡലാണ്. അപ്പോൾ അതെ, അതിൻ്റെ ബ്രേക്ക് ലൈറ്റിൽ 94 ജാനുവരിന്ന് റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലൈറ്റിൽ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഈ സാധനം റീപ്ലേസ് ചെയ്തിട്ടില്ല. ഈ കാണുന്ന ബ്രേക്ക് ലൈറ്റിൽ 93 ഡിസംബറിനും കൊണ്ട് 93 ഉണ്ടാക്കിയ ബ്രേക്ക് ലൈറ്റാണ്. ഈ സൈഡിൽ നമ്മുടെ ഗ്ലാസ്സിൽ 94 കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഗ്ലാസ്സിൽ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ മെയിൻ ഗ്ലാസ്സിലും 94 ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. ഈ സൈഡിലായിട്ടൊരു സ്റ്റിക്കർ ആക്ച്വലി അത് സർവീസ് ചെയ്തപ്പോൾ കുറേ പോയി. സർവീസ് ചെയ്തപ്പോഴാണ് അത് തെളിഞ്ഞു വന്നത്. ബോഡി പെയിൻറ്റിങ് ഓക്കെ എന്നായിരുന്നു ഈ സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബോണറ്റിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തടില്ലേ, ബോണറ്റിൽ ഇവിടെയായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 6115 എന്ന്. അത് എന്തിൻ്റെയെന്ന് അറിവുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ ഇത്രാമത്തെ നമ്പറാണോ ഈ ബോണറ്റ് മാനുഫാക്ചർ ചെയ്തത്, അല്ലെങ്കിൽ 6115 വണ്ടിയാണോ ഒന്നൊന്നിനുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു നമ്പറുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് കുറേ നമ്പറുകളുണ്ട്. അതുതന്നെ ഇത് 6115 വണ്ടി തന്നെയാണ്. 6115 എന്ന് ഇവിടെയുണ്ട് ഒരു ബാഡ്ജിങ് പോലെ, ഇവിടെയുണ്ട് അതേപോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടാറ്റയുടെ പ്ലാന്റിൽ 6115 എസ്റ്റേറ്റ് ആവാനാണ് സാധ്യത. ഇതിനകത്ത് ചേഞ്ച് ചെയ്തേക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ബൂസ്റ്റർ ഇത് ചേഞ്ച് ചെയ്തു. ബ്രേക്കിൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ടി ചേഞ്ച് ചെയ്തതാണ്. ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അത് നമ്മൾ ക്ലച്ച് ഒന്ന് സ്മൂത്ത് ആവാനായിട്ട് ഒന്നും കൂടെ വലിയ സാധനം 407 ക്ലച്ചിൻ്റെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളത് റണ്ണിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സൈഡിൽ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അപ്പുറത്തെ ഒരു പീസും കൂടി അതേ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ ഒരു ഗെയിമിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഗെയിമുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഗെയിം പരിചയപ്പെടുന്നുണ്ട്. ലക്കി ഗെയിം എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇത് നമുക്ക് കളിച്ചുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസ് ആയിട്ട് ഡെയിലി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 2 ബെറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കളി തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ പൈസ ഇതേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1.23 അതേ ഗായ്സ്, നമുക്ക് നല്ല പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1.89. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രാഫ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ബെറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ 3.9 4.29. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 5000 രൂപയുടെ മേളിൽ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ ക്യാഷും കാര്യങ്ങളെല്ലാം നമുക്ക് കയറുന്നതാണ്. കാശ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 വിന്നിനകത്താണ് ഈ ഗെയിം ഉള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു കിഡിലായിട്ടാണ് കേട്ടോ. ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെരിഫിക്കേഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് വിഡ്രോവലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് വേറെ കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെയോ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ ആപ്പും കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്യാഷ് ഉണ്ടാക്കുന്ന പരിചയം. അപ്പോൾ അതിനകത്ത് നമ്മുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ക്യാഷ് വരുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കമ്മീഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ 1 വിൻകാർ ഏകദേശം 50,000 രൂപയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ശേഷം നമ്മുടെ കൂപ്പൺ കോഡ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. പെട്രോൾ ഹെഡ് എന്നാണ് നമ്മുടെ കൂപ്പൺ കോഡ്. അപ്പോൾ കൂപ്പൺ കോഡിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ക്യാഷും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഗെയിം കളിച്ച് നോക്കുക, പൈസ ഉണ്ടാക്കുക. അപ്പോൾ എന്താണേലും പൊളിക്കുക. കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റാനുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ബീഡിങ്ങും പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സിയറേൻ്റെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നു. ഇനി പെയിൻറ്റിങ് വർക്കല്ലേ ബ്രോ? അല്ലേ, കഴിഞ്ഞല്ലേ? നേരെ പുട്ടിയിട്ട് ലെവൽ ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ തുരുമ്പ് കയറാത്ത ടൈപ്പ് ഷീറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ റണ്ണിംഗ് ബോർഡ്. ഈ സൈഡൊക്കെ കംപ്ലീറ്റ് റസ്റ്റ് കയറി. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു ഷീറ്റ്, അതിൻ്റെ മുകളിലേക്കാണ് ഒരു ഷീറ്റ് പിടിപ്പിച്ചേക്കുന്നത്. അത് തിരിച്ച് നോക്കുമ്പോൾ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ചെറുതായിട്ട് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചതുകൊണ്ടാണ്. ശരിക്കും ആ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് അറിയണം.
നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഉള്ളത് റണ്ണിംഗ് ബോർഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ടാസ്ക് റണ്ണിംഗ് ബോർഡ് തന്നെ കേട്ടോ. അതായത് നമ്മളിപ്പോൾ പഞ്ച് ചെയ്തെടുത്തുകൊണ്ട് വന്ന റണ്ണിംഗ് ബോർഡ് 2 എണ്ണം ഒരെണ്ണത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. അതായത് 2 പീസായിട്ടാണ് നമ്മൾ ചെയ്തത്. അത് 2 ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചു തന്നായിരുന്നു കമ്പനി റണ്ണിംഗ് ബോർഡ് 2 പീസായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി ഇടാതിരിക്കാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റണ്ണിംഗ് ബോർഡിൽ ഹോൾസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മുടെ ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മൾ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ റണ്ണിംഗ് ബോർഡൊക്കെ അവിടെ എടുത്ത് കയറ്റി പിടിപ്പിച്ചു. ഫസ്റ്റ് സ്പോട്ട് അടിച്ചു. ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. വെൽഡിങ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഫിക്സ് ചെയ്തു. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈഡ് മുതൽ ഈ സൈഡ് വരെ പക്ക ലൈനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഡോർ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഡോറിൽ ഇനി സെറ്റിംഗ് ഉണ്ട്. റണ്ണിംഗ് ബോർഡ് ഫിക്സ് ചെയ്തു. ഇനി ഇതിന് നമ്മൾ വെൽഡ് അടിക്കാനായിട്ട് പോവാണ്, വെൽഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റണ്ണിംഗ് ബോർഡ് ലെഫ്റ്റ് സൈഡ് ഓൾമോസ്റ്റ് തീർന്നുണ്ട്. അപ്പോൾ എല്ലാ 2-3 പ്രാവശ്യം നമ്മൾ അയച്ച് സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എടുത്ത് വെൽഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെൽഡിങ് ഫുള്ളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് റണ്ണിംഗ് ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ റൈറ്റ് സൈഡ് അങ്ങനെയൊക്കെയാണ് ഇനി വർക്ക് ബാക്കി മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതല്ലേ അവിടെ നമ്മൾ ടാക്ക് കൊടുത്തു. ഇവിടെയും ടാക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് റണ്ണിംഗ് ബോർഡ് വർക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഫെൻഡറിൻ്റെ ആ സൈഡ് മാത്രമേ ഉള്ളൂ പിടിപ്പിക്കാൻ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റീസ്റ്റോറേഷൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.